കുവൈത്തിൽ വ്യാജമദ്യം കഴിച്ച് മരിച്ചവരിൽ 5 പേർ മലയാളികളെന്ന് ആരോഗ്യ മന്ത്രാലയം. 13 പേരാണ് മരിച്ചത്. നിരവധി പേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 21 പേർക്ക് സ്ഥിരമായോ താൽക്കാലികമായോ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷിനോജ, നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? കെട്ടിടത്തോളം വെച്ച് വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമോ? അമൃത, വളരെ ദാരുണമായ വിവരങ്ങളാണ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നിരവധി പേരെ വിഷമദ്യം കഴിച്ച അവസ്ഥയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യൻ എംബസി ഇപ്പോഴൊരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന 40 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു വിവരം ഇന്ത്യൻ എംബസി അല്പം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം ഇന്ത്യൻ എംബസി പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ 13 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരൊക്കെ നൽകുന്ന വിവരമനുസരിച്ച് ഇതിൽ 5 പേർ മലയാളികളാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് സ്വദേശികളുണ്ട്, തമിഴ്നാട് സ്വദേശികളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 63 പേരാണ് ഇപ്പോൾ മൊത്തം ആശുപത്രിയിൽ കഴിയുന്നത്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് ഇന്ത്യൻ എംബസിയും സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ഈ ദുരന്തത്തിന്റെ വിവരങ്ങൾ കുറച്ചായാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ 13 പേരുടെ മരണം ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. അമൃത, ഈ ശരിക്കും എന്താണ് അവിടെ നടന്നത്? ഈ വ്യാജമദ്യം കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതെന്നാണല്ലോ പറയുന്നത്. ഇതിന് പിന്നിൽ ആരാണ്? ഇത് സ്ഥിരമായി ഇത്തരത്തിലുള്ള നിർമ്മാണമൊക്കെ അവിടെ നടക്കുന്നതാണോ? ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. കാരണം ആഭ്യന്തര മന്ത്രാലയം തന്നെ പല വാറ്റ് കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇത്തരം ഒരു ദുരന്ത വാർത്ത കൂടി ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇതൊരു കെട്ടിട നിർമ്മാണ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്ന മദ്യവിൽപ്പനയിൽ മദ്യം വാങ്ങി കഴിച്ചവരാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മലയാളികളൊക്കെ നിറയുള്ള ഫർവാനിയ തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെ ഈ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് ആരോഗ്യ പ്രവർത്തകർ വിവരം നൽകുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 63 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 40 പേരും ഇന്ത്യക്കാരാണ്. അതിൽ നല്ലൊരു പങ്ക് മലയാളികളും തമിഴ്നാട് സ്വദേശികളും ആന്ധ്ര സ്വദേശികളും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ പ്രവാസികളാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പലരുടെയും നില ഗുരുതരമാണ്. ഇപ്പോൾ തന്നെ 51 പേരെ അടിയന്തര ഡയാലിസിസിന് വിധേയമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 21 പേർക്ക് കാഴ്ച തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലരുടെയെങ്കിലും കാഴ്ച ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് വരുന്നത്. അമൃത, ഇതിപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള മദ്യ നിർമ്മാണമൊക്കെ ഉള്ളത് എന്ന് കരുതാമോ ഷിനോജ്? കൃത്യമായ പരിശോധനകൾ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ടോ? വളരെ ശക്തമായ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടക്കുന്നുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ മദ്യവിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ആഴ്ചകളായി ഇവിടെ റെയ്ഡും ഒക്കെ നടന്നിരുന്നത്. ഇതിൽ പലരെയും പിടികൂടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെ മറികടന്ന് മറ്റു തരത്തിൽ നേരത്തെ മേടിച്ചു വെച്ചതോ അല്ലെങ്കിൽ നേരത്തെ നിർമ്മിച്ചതോ ആയ മദ്യം വിതരണം ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ വ്യാജ മദ്യം വിഷം കലർന്ന മെഥനോൾ കലർന്ന പാനീയങ്ങളാണ് കഴിച്ചത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പലരുടെയും നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ എംബസിയും ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. അമൃത, ഷിനോജ്, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത് ഒരുപാട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ഡിസ്റ്റിലറി പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് ശരിക്ക് ഈ നിർമ്മാണം സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഇത് ശരിക്കും അവിടെ നിരോധിച്ചിട്ടുള്ള കാര്യമാണോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ ഷിനോജ്? മദ്യത്തിന് കർശനമായ നിയന്ത്രണവും നിരോധവും ഒക്കെ നിലനിൽക്കുന്ന രാജ്യമാണ് കുവൈത്ത്. അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ മദ്യപാനത്തിനും മദ്യവിൽപ്പനയ്ക്കൊക്കെ അനുമതിയുള്ളൂ. പക്ഷേ വ്യാജ മദ്യം പല മേഖലകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളും സാധാരണക്കാരായ പ്രവാസികളും ഒക്കെ തിങ്ങി താമസിക്കുന്ന ചില മേഖലകളിൽ ശക്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. റെയ്ഡിൽ നമുക്ക് കാണുന്നത് പോലെ നിരവധി ബാരലുകൾ ആണ്
പോലീസ് പിടിച്ചെടുക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഇതിന്റെ അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ ഇത് വാറ്റാനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അടക്കം അത് പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ 2 ആഴ്ച മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തു വന്നിട്ടുള്ള മദ്യം ഇപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലുണ്ടായിരുന്നു, വിതരണക്കാരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അവിടെ നിന്ന് വാങ്ങിയ മദ്യവും ഉപയോഗിച്ച മദ്യവുമാണ് ഇപ്പോൾ നിരവധി പേരുടെ 13 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അടുത്ത നിമിഷം ഇപ്പോൾ ഈ നിർമ്മാണം സംബന്ധിച്ച് ആരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ടോ ഷിനോജ്? കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചുപേരെ പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ എന്നുള്ള വിവരം ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ ഇത്രയും ദിവസത്തിനിടയിലാണ് 63 പേർ ആശുപത്രിയിലെത്തുകയും 13 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ എന്നുള്ള വിവരം ആഭ്യന്തര മന്ത്രാലയം പങ്കുവച്ചിട്ടില്ല ഇതുവരെ. അമത.